ജനവാസ കേന്ദ്രങ്ങൾ, കൃഷിയിടങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവ ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് ഉറപ്പാക്കണമെന്ന് മലയോര ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ കരുവാരകുണ്ടിൽ ചേർന്ന കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെട്ടു. ESA കരട് വിജ്ഞാപനത്തിലെ ഓരോ വ്യവസ്ഥയും ജനങ്ങൾക്ക് വ്യക്തമായി വിശദീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണം. മലയോര ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ കരുവാരകുണ്ടിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ അയൂബ് മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു. ശിഹാബ് മാസ്റ്റർ, KK ജെയിംസ് മാസ്റ്റർ, മാനുവൽ കുട്ടി മണിമല, ജോയിച്ചൻ വയലിൽ, യൂസഫ് പാന്ത്ര, TD ജോയി, അബ്ദുറഹ്മാൻ കാറുള്ളി, ജയപാലൻ, അയൂബ് പുലിയോടൻ, സെയ്ദ് പാന്ത്ര തുടങ്ങിയവർ സംസാരിച്ചു. മലയോര ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഒപ്പം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണമെന്നും മലയോര ജനജാഗ്രതാ സമിതിയുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും പ്രശ്നപരിഹാരത്തിന് ഒപ്പം നിൽക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണിൻകുട്ടി ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി. വളരെ ഗൗരവതരമായ വിഷയം തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ നമ്മൾ നേരിട്ടും ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ വിളിച്ചതാണ്. ഗൗരവം ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ, ആ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പൊതുവെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള അവസ്ഥ വെച്ച് അങ്ങനെ കണക്കാക്കാൻ പറ്റും. കഴിഞ്ഞ ആദ്യത്തെ പട്ടികയിൽ 123 വില്ലേജുകളായിരുന്നെങ്കിൽ ഇപ്പോൾ 131 ആയി വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ 11 വില്ലേജുകളുണ്ട്. അപ്പോൾ ഈ വില്ലേജുകളെ ഉൾപ്പെടുത്തിയതിൽ തന്നെ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം. നമ്മൾ ആദ്യം ഇവിടുന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകളും എല്ലാം സർവകക്ഷിയായിട്ട് ഏകപക്ഷീയമായിട്ട് നമ്മളിതിനെതിരെ ഇത് കൊടുക്കുകയും, അതായത് വനമേഖല മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ജനവാസ മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വേണം നടപ്പിലാക്കേണ്ടത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ധരിപ്പിച്ചത് നിലവിലിപ്പോൾ പഴയതിനേക്കാൾ കുറച്ചുകൂടി വില്ലേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ട് നമ്മൾ പല മേഖലയിലുള്ള ഈ വിഷയങ്ങൾ അതിൻ്റെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മാത്രം ഇതൊരു വിഷയമായി മാറും. ഇത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിലാണ് ഈ വിഷയം കൊണ്ടുവരുന്നത്. ആളുകൾ കുറിച്ച് അത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുമ്പ് നമ്മൾ ശക്തമായ സമരങ്ങൾ മുൻകൂട്ടി നോട്ടീസ് കൊടുത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പോസ്റ്റർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ്. അത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ നമ്മൾ ഈ പ്രതിഷേധം അറിയിക്കാൻ ആവശ്യമായ സമരങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരിന് തമ്മിൽ വിറ്റുകളുണ്ടോ, എന്നാൽ പോലും നമുക്ക് നമ്മുടെ എല്ലാ സംസാരിച്ച് പോവാം എന്നതിൻ്റെ അപ്പുറത്ത് കൃത്യമായി മെയിലായിട്ടും മറ്റുള്ളൊരു വിശദാംശങ്ങളും ഒക്കെ നമ്മൾ പരാതികൾ കൃത്യമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഹരിത പ്രകൃതികളെ നമ്മൾ കേസ് ഫയൽ ചെയ്തു. നമ്മൾ മലയോര ജനജാഗ്രതാ സമിതിയുടെ ഒരു പരാതി ഹരിത പ്രകൃതികളിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനം എടുക്കണം. അതിനുള്ള തീരുമാനം ഈ നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അതിന് ആവശ്യമായിട്ട് എന്താ ആവശ്യമായ ഫണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ അതിന്റെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ്. മലയോര ജനതയുടെ പേരിൽ ഈ കസ്തൂരി രംഗൻ കമ്മീഷൻ അല്ലെങ്കിൽ മാതൃകാളിക കമ്മീഷൻ, ഉമ്മൻ കമ്മീഷൻ എന്ന പേര് പറഞ്ഞിട്ട് പല നാമത്തിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പരിസ്ഥിതി സംവേദന മേഖല അല്ലെങ്കിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് നമ്മൾ മുമ്പിൽ ഇപ്പോൾ ലാസ്റ്റ് കരട് വിജ്ഞാപനം 7ാമത്തെ കരട് വിജ്ഞാപനം ഈ ജൂലൈ 21 വന്നു. ശിവമാശിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. അന്ന് തന്നെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് കേരളത്തിലെ വന്യജീവി ആക്രമണം നടക്കുന്ന ഹോട്ട്സ്പോട്ടുള്ള പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടന്നു. ഏകദേശം 475ഓളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുത്ത യോഗത്തിൽ സഹജീവനം എന്നൊരു കരട് ഒരു 3 പേജിലൊരു PDF ഫയൽ പുറത്ത് നടത്തുന്നു. ആ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ആ കയ്യിൽ പറയുന്നത് അതിൽ ഈ കൂടിയ പ്രസിഡന്റുമാരോടൊക്കെ പറഞ്ഞത് ഇവിടെ ആറാട്ടിയുടെ അപര്യാപ്തത, അതായത് ഏരിയ, ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പോൾ 9107 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ളത്. വനമേഖല എന്ന് പറയുന്നത് 9107 ചതുരശ്ര കിലോമീറ്റർ. ബാക്കിയുള്ള 886.3 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമി എന്ന് പറയുന്നത് കർഷകന്റെ കൃഷിഭൂമിയാണ്. എന്ന് പറഞ്ഞാൽ 2,17,975 ഏക്കർ
ഭൂമി, കർഷകന്റെ കൃഷിഭൂമി, കർഷകന്റെ അല്ലെങ്കിൽ ജനവാസ മേഖല അടങ്ങുന്ന ടൗൺ അടങ്ങുന്ന മേഖല പരിസ്ഥിതി ലോല പ്രദേശമായി മാറും എന്നുള്ളൊരു സംശയമാണ്. ഇത് നമ്മൾ പറയും എയർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് പറയുന്നത്. നമ്മൾ പറയുന്നത് ഇപ്പോൾ പിന്നെ മാഷ് പറഞ്ഞതുപോലെ എയർ ഡിസ്റ്റൻസ് പറയുന്നത് 1 കിലോമീറ്റർ, ഞാൻ ഫോറസ്റ്റ് ഒന്നും 1 കിലോമീറ്ററും ഇല്ല. ഇതിൽ കൃത്യമായി ഈ 6ാം ഖണ്ഡികയിൽ 6ാമത്തെ പിന്നെ ഗ്രാമത്തിൽ 7ാമത്തെ വന്നിയിൽ പറയുന്നത് 886.3 ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞാൽ 247 ഇൻറ്റു 886.3 കുറിച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം ഏക്കർ വരികയാണെങ്കിൽ 2,17,975 ഏക്കർ കൃഷിഭൂമി, അതായത് വനേതര ഭൂമി ഇതിൽ പോയി. ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ അറിയാം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ 11 വില്ലേജിൽ പെടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ മേഖലയിൽ, അതായത് ഈ പരിസ്ഥിതി സംവേദന മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പലപ്പോഴും പഠനം നടത്തുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ കൃത്യമായി നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു കെണിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എവിടെ നിന്നോ എത്തിച്ചു കേട്ടോ, സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഫോറസ്റ്റുകാരൊന്നുമില്ല, നമ്മൾ കാണുക എല്ലാവരും കണ്ടു കഴിഞ്ഞ് അവർ ആഘോഷം പോകുമ്പോൾ അതിനെ കൊണ്ടേക്ക് പുത്തൂര് കൊണ്ടേക്ക് സുഖചികിത്സക്ക് നിൽക്കില്ല. 15 വയസ്സാണ് കടുവയുടെ ആയുസ്. 4 വയസ്സായി കടുവ അമ്മ ഇവിടെ ഉണ്ട്. നമ്മൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്നാണ് അവർ പറഞ്ഞത്. ആ കടുവ ഇന്നും നമുക്കറിയാം അതേ കണ്ട സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച കടുവയെ കൊണ്ട് പിന്നെ പന്നിയെ കൊണ്ടിട്ടത്. ഈ 4 വയസ്സായ കടുവ എന്ന് പറയുന്നത് ഇനിയും 10 വർഷം അതിന്റെ മേഖല ഇത് തന്നെയായിരിക്കും. നമുക്കൊന്നും ചെയ്യുന്നില്ല. ആ കടുവ പോകുന്നതോടുകൂടി മാച്ചിങ് ടൈം ആകുമ്പോഴേക്കും കടുവയുടെ ഒരു എന്താണെന്ന് വെച്ചാൽ ആ ടെറിട്ടറി കഴിഞ്ഞ് മറ്റൊരു പെൺകടുവയെ ആരക്രമിച്ച് കീഴ്പ്പെടുത്തുന്നോ ആ കടുവക്കാണ് മാച്ചിങ് ചെയ്യാനുള്ള അധികാരം. കടുവകളുടെ മാച്ചിങ് അങ്ങനെയാണ്. അപ്പൊ പുതിയ കടുവകൾ ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ ഇത് ഈ 7ാം കരട് വിജ്ഞാപനമായി മാറുന്നതോട് കൂടിയിട്ട് ഗവൺമെന്റ് ഒറ്റ നോട്ടിഫിക്കേഷനേ ഉള്ളൂ, ഇറ്റ്സ് എ ടൈഗർ റിസർവ്. അതൊരു കഴിഞ്ഞു നമ്മളുണ്ട്. പിന്നെ നമ്മൾ പുറകുടി കിട്ടി, കാരണം ഇത് അവരുടെ ടെറിട്ടറിയും മാറുന്നു. കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട്, പിന്നെ ഈ 4 വില്ലേജ് കംപ്ലീറ്റ് ആണ്. നമ്മളിപ്പോ കാണുന്ന രൂപത്തിലല്ല. സൈലന്റ് വാലി ബഫർ സോൺ 148 ചതുരശ്ര കിലോമീറ്ററിൽ പാലക്കാട് 8 വില്ലേജും മലപ്പുറം ജില്ലയിലെ 4 വില്ലേജും 2 കിലോമീറ്റർ സിറ്റി സൈലന്റ് വാലി. അത് ഉത്തരവായി കിടക്കുന്നു, കരടല്ല. നമ്മളാരും അറിയാതെ കിടക്കുന്ന സാധനം. ഇങ്ങനെ വന്നാലുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താണ് നമ്മുടെ ഒരു പ്രശ്നം പഠിക്കുന്ന അയൽത്തെ ട്രെയിനുകൾ പോകണം. ഒരു തെങ്ങിന് നമുക്കൊരു വീട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മുറിച്ചു മാറ്റെങ്കിൽ പാലക്കാടിൻ്റെ അയൽത്തെ ട്രെയിനുകൾ വരുമായിരുന്നു. ഒന്നിലേക്ക് ചെന്നൈയിലായിരിക്കും അത് വരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ സദേൺ റെയിൽവേ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ റെയിൽവേയുടെ ഓഫീസുണ്ട് പാലക്കാട്. ഈ പാലക്കാട് ഇപ്പൊ അത് നാമമാത്രമേ കൊണ്ടിട്ടുണ്ട്. അവിടെ ചെന്നൈയിലേക്ക് നീങ്ങണം. ഇതേ അവസ്ഥയിലേക്ക് വരുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൃഷിക്ക് പോലും ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ കഴിയാത്തതും വന്യമൃഗങ്ങളുടെ നോക്കാട്ട് പറഞ്ഞതുപോലെ വന്യമൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമായി നമ്മുടെ ഭൂമി മാറുക. പണ്ടത്തെ കഴിഞ്ഞാഴ്ച ആന നാട്ടിലാകെ പരിചരണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് നമ്മൾ എങ്ങനെ പരിഹാരം കാണണം എന്നുള്ളത് തീരുമാനിക്കുകയും ഇതിനെപ്പോലെയുള്ള സമാന പ്രയാസം അനുഭവിക്കുന്ന മറ്റ് മേഖലയുടെ ആളുകളെ കൂടി ചുറ്റിയിരിപ്പിച്ചുകൊണ്ട് വലിയ വിപുലമായ പോരാട്ടങ്ങൾ നമ്മൾ നടത്തണം. ഇന്ന് അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ്. രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനമാണ്. വലിയ ഒരു സമരം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇതേപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഒരു ദിവസത്താണ് നമുക്ക് ചർച്ച. അപ്പോൾ അങ്ങനെ ആ ഒരു മനോഭാവത്തോടു കൂടി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അത്ഭുതമായി ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പോരാട്ടം നമുക്ക് നടത്തണം. കിടക്കുന്ന കുറച്ച് ചേട്ടന്മാരെ മാത്രം ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് താമസിക്കുന്ന മറ്റുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് അവർ കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളൊരു ധാരണ പൊതുവെ ഈ നാട്ടിൽ പറഞ്ഞു. ആ ധാരണ മാറ്റിയെടുത്താലേ ഇതിലേക്ക് ജനങ്ങളുടെ കൂടുതൽ സഹകരണവും പ്രാതിനിധ്യം ഉണ്ടാകും. അങ്ങനെ എവിടുന്നോ അങ്ങനെ ഒരു ധാരണ പറഞ്ഞു. കാരണം എനിക്ക് തോന്നുന്നു ഈ കസ്തൂരി രംഗൻ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം മുന്നിൽ നിന്ന് പോയി പിടിച്ചത് ചേരിയിലും കൽക്കൊണ്ടിലും കേരള സ്റ്റേറ്റിൻ്റെ മുകളിലും ഒക്കെയുള്ള ആളുകളായതുകൊണ്ട്
അവരെ മാത്രം ഉള്ളൊരു വിഷയമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സാർ പറഞ്ഞപ്പം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ. പക്ഷെ അതിന് യാതൊരു എന്താ പറയുക ഒരു ഉത്സാഹവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നൊരു വളരെ സത്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഉടനെ അടിയന്തരമായിട്ട് ഇതിനെ ഏത് രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യും, എങ്ങനെ നമുക്കിതിനെ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റി നമ്മളൊരു നോട്ടീസ് അടിച്ചിറക്കി വീടാന്തരം കൊടുത്ത് നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗഭാഗമാകും. അങ്ങനെ 1 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഓടിക്കോട് സംസാരിക്കുന്നത് ഒരു 10 കിലോമീറ്ററോളം എന്തായാലും 4 കിലോമീറ്ററോളം ദൂരം ബാധിക്കും പറയുന്നത് തന്നെയാണ് ഏകദേശം. നമ്മുടെ തരിശ് അതുപോലെ പാമ്പ്ര പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ മുന്നിലേക്ക് വിടാൻ പോകാം. പക്ഷെ അവരുടെയൊക്കെ വിചാരം ഒരിക്കലും ഞങ്ങൾ തിരിപ്പെടുകയില്ല, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. അത് അവരുടെ അനുസരിച്ച് നോട്ടീസ് രേഖകൾ അടിച്ചിറക്കി എല്ലാ വീടുകളിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വളരെ അടിയന്തരമായിട്ട് തന്നെ ഉടനെ തന്നെ ഒരു മഹാസമ്മേളനം കരുവാരൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ വെച്ച് നടത്തി. നമ്മൾ ജനങ്ങളെ ഇതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തി. ജനങ്ങളുടെ ഇടയിൽ ഇത് നമ്മളെപ്പോലും ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത എല്ലാ ആളുകളെയും ഇതിലേക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ദേശീയ തലത്തിലുള്ള ചില വിഷയങ്ങൾ വെച്ച്. അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് എല്ലാ ആളുകളെയും ഉണർത്തിക്കൊണ്ട് ശക്തമായി ഒരു പ്രചരണ പരിപാടിയിലൂടെ ഒരു പോരാട്ടത്തിലൂടെ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കണം. ഏകദേശം 1-2 വർഷത്തോളം നമ്മുടെ നാട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പഴയ സ്പിരിറ്റ് നമുക്കിപ്പോൾ അല്ല. ശരി, അതെന്താന്നുള്ളത് കണ്ണടച്ച് ഇട്ടാക്കുകയാണെന്നില്ലാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നേരെ പറഞ്ഞാൽ കഞ്ഞില്ലാന്നുള്ള നാടാണല്ലോ നമ്മളത്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചേട്ടൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണക്കാരായിട്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളുണ്ട്. അപ്പം മാഷ് പറഞ്ഞ കാര്യങ്ങൾ വിശദമായിട്ട് വളരെ ചുരുക്കി മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോട്ടീസ് എല്ലാ വീടുകളിലും എത്തിക്കേണ്ട രീതിയിൽ ഒരു മെസ്സേജ് ഒന്ന് കൊടുത്തു. ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് നിയമമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ ഇതാണെന്ന് മനുഷ്യർക്ക് എത്തിക്കുക. ഒന്നത്. രണ്ടാമത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരെയും കൂടി അത് സ്വാഭാവികം ഇറങ്ങേണ്ടി വരും. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഇപ്പോൾ എണീറ്റ് നിന്നൊരു കാര്യത്തിൽ ഇപ്പോഴും ഞാൻ എത്തിയില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റബ്ബർ ബോർഡ് മോദി സർക്കാരിൻ്റെ കാലം ഏകദേശം ഒരു 10-15 വർഷത്തോളമായിട്ട് നമ്മുടെ നാട്ടിലതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ റബ്ബർ ബോർഡിൻ്റെ സ്ഥാപനത്തിലെ ഒരു എളിയ ഒരു പ്രവർത്തകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യൻ ലോബികളിൽ നിന്നാണ് റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻമാരെ എന്തായാലും നിയമിക്കുന്നത്. അപ്പോൾ കരുവാരക്കുണ്ട് കേരളാശ്രയ റബ്ബർ ഉൽപ്പാദന സംഘത്തിൻ്റെ കീഴിൽ ഏകദേശം 800,000-ഓളം കർഷകർ ഇവിടെ ഉണ്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് മാനുവൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നിലവിൽ റബ്ബർ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഈ ബി ജെ പിയുടെ കോട്ടയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോക്സഭ ഇതൊരു നല്ല തുടക്കമായിരുന്നു, നല്ലൊരു സംരംഭമായിരുന്നു ഈ മലയോര ജാഗ്രതാ സമിതി. ഇതുപോലെയുള്ളൊരു വിഷയത്തിനെ നേരിടാനും ഈ വിഷയത്തിന് ഇടപെടാനും പറ്റിയൊരു സംരംഭമായിരുന്നു. ഇത് കുറച്ചുകൂടി വിപുലമാകണമായിരുന്നു എന്നെൻ്റെ മനസ്സ് പറയുകയാണ് സംരംഭം. ഇതിനകത്തൊരു നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ രാഷ്ട്രീയ തോന്നൽ ഉണ്ടാകാതെ എല്ലാവരെയും ഉൾപ്പെടുത്തുക. സ്വാഭാവികമായി എങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടാലും രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ വരും. നമുക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങളോട് ഇതിന്റെ ഭവിഷ്യത്ത് ഇത് കർഷകരിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ബോധിപ്പിക്കാൻ കഴിയണം. കർഷകർക്ക് മാത്രമല്ല, നമ്മൾ അനുഭവിച്ചത് ഇപ്പൊ കാട്ടാന ഇറങ്ങിയപ്പോഴും കാട്ടുപോത്തിറങ്ങിയ ഒരാളെ കൊണ്ടുവന്നപ്പോഴും കടുവ ഇറങ്ങിയൊരു ടാപ്പിങ്ങുകാരനെ കൊലപ്പെടുത്തിയപ്പോഴും എല്ലാം നമ്മൾ ഒരു മലയോര കർഷകനെ മാത്രമല്ല ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ബാധിക്കുകയെന്ന് ആദ്യമായിട്ട് ബോധിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിന് ഈ 1 കിലോമീറ്ററിന്റെ അല്ലെങ്കിൽ 1.25 കിലോമീറ്ററിന്റെ പരിധിക്കപ്പുറത്തേക്ക് വന്യമൃഗങ്ങൾ വരില്ല എന്നുള്ള തോന്നലിൽ ആരും നിൽക്കരുത് എന്നവരെ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയും. അതിന് നല്ലൊരു പ്രചരണം എനിക്ക് തോന്നുന്നു, ഒരു നല്ലൊരു പഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഒരു വാഹന പ്രചരണ ജാഥ ഈ മന്ത്രിമാരെയും ഒക്കെ കാണുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഇതിൽ ഭാഗവാക്കാകണം ഈ സമര സംരംഭത്തിന്. കാരണം ഇത് എന്നെയോ
നിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയല്ല, നാളെ നിങ്ങളുടെ മക്കളെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു വലിയ വിപത്തിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് ബോധിപ്പിക്കാൻ കഴിയും. അതിലൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കൂടല്ലൂരില് അല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റേ വെല്ലമലയല്ല, നമ്മുടെ മസനഗുഡി പ്രദേശം ഇന്ന് മനുഷ്യവാസമില്ലാത്ത അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയെ കിടക്കുകയാണ്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവിടേക്ക് കടുവയെ ഇറക്കുമതി ചെയ്യുന്നു അല്ലെങ്കിൽ പുലികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന് നമ്മൾ കേട്ടത്. അല്ലെ ലേശം കൂടി മുന്നേ ജയലളിതയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പ്രവൃത്തിയാണ്. അന്ന് ആൾക്കാർ പറഞ്ഞു അവിടെ വനത്തിൽ കൊണ്ടുവന്നിട്ട് 8-10 കടുവയോ പുലികളോ വിട്ട എന്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു സംശയമായിരുന്നു ആൾക്കാർ. എന്നാൽ ഇന്ന് അവിടെ സ്വാഭാവികമായും കർഷകര് അല്ലെങ്കിൽ മനുഷ്യര് അവിടെ കുടിയിറങ്ങി കഴിഞ്ഞു പൂർണ്ണമായിട്ടും. ഇന്ന് ആ നാട് അന്യമായി കിടക്കുകയാണ്. നമുക്കതിലേക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇതേമാതിരി ഒരു സ്വയം കുടിയിറങ്ങൽ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ് സമീപഭാവിയിൽ. അതിനകത്ത് കർഷകൻ എന്ന് പറഞ്ഞ അതിലിട്ട് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലും മാത്രം ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവർ മാത്രം ഒതുങ്ങുന്ന ഒരു ഭവിഷ്യത്തല്ലത്. ഇത് നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും കടന്നു വരാവുന്ന. അതാണ് ആന വന്നു പോയത് കൽക്കുണ്ടിലെ കർഷകരെ ചോദിച്ചറിഞ്ഞ് വരികയല്ല ചെയ്തത്. കടുവ വന്നപ്പോ കൊന്നത് കർഷകൻ ആരാണെന്ന് ചോദിച്ചു വന്നല്ല കൊന്നത്. മാത്രമല്ല കാട്ടുപോത്തിറങ്ങി കൊന്നത് തരിശിലെ ജനവാസ മേഖലയിൽ വന്ന് ആളെ കൊന്നപ്പോഴും കർഷകനാണോ എന്ന് ചോദിച്ചിട്ടല്ല കൊന്നത്. ഇത് നാളെ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ അമ്മമാരും നമ്മുടെ സഹോദരങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് ഭീഷണിയാകാൻ പോകുന്ന ഒരു വലിയ വിപത്താണ് ഇത് സംഭവിക്കാൻ പോകുന്നത് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് ഈ സംഘടന, ഈ മലയോര ജാഗ്രതാ സമിതി നല്ല പേരാണ്, നല്ല സംഘടനയാണ്. ഇത് മാത്രം മതി. ഇതിനകത്തേക്ക് കുറച്ച് പേരെയൊക്കെ ഉൾപ്പെടുത്തി ഇത് നമുക്ക് വലിയൊരു പ്രചരണം ആക്കിയിട്ട് ഇതിവിടെ സംഭവിക്കാൻ പോവുകയാണെന്ന് ബോധിപ്പിക്കാൻ കഴിയണം. ഇതിന് തെറ്റിദ്ധാരണ വരുന്നവരൊക്കെ ഉണ്ടായേക്കാം. ഇത് ഇങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയണം എന്നൊക്കെ പറഞ്ഞേക്കാം. നമ്മളത് ചെവി കൊടുക്കരുത്. നമ്മൾ മുന്നോട്ട് പോവുക. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയും. നമുക്ക് മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. കാളികാവിൽ വന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊക്കെയാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും അങ്ങനെ വന്ന് പ്രസംഗിച്ചു പോയ ആള് ഭാഗ്യം തരണ എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് പറയണം, ഇതാ ഞങ്ങൾ ഇവിടെ ഭീഷണിയിൽ നിൽക്കുകയാണ്, നിങ്ങൾ ഇടപെടണം. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അനിൽകുമാർ അദ്ദേഹത്തോട് പറയണം നമുക്ക്. അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും ഇത് ബോധിപ്പിച്ച് നമുക്ക് നല്ലൊരു ജനകീയ മുന്നേറ്റം ഇത് തിരുത്തി കുറിക്കാൻ കഴിയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് നമുക്ക് മാറ്റാൻ കഴിയും. ഡൽഹിയിലെ സമരം കർഷകരുടെ സമരത്തിന് ഉപരിയായിട്ട് യുവാക്കളുടെ സമരം വന്നപ്പോൾ നമ്മൾ കണ്ടു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനെയും സ്വത്തിനെയും നമ്മുടെ കുടുംബങ്ങളെയും അനാഥമാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാൻ പോകുന്ന ഈ വിപത്തിനെ നേരിടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ പ്രചരണത്തിലൂടെ എല്ലാവരെയും ഉണർത്താൻ കഴിയണം. ഇതിനകത്ത് നേരത്തെ നോക്കി ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും പങ്കെടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ 100-400 ആളുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പങ്കെടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്രയൊന്നും ഇല്ലെങ്കിലും 100 ആളുകൾ ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ കടുവയുമായി ബന്ധപ്പെട്ട് ഒരു മരണം നടന്നു. അപ്പൊ അത് വലിയ ഇഷ്യൂ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ, അത് ഈ വിഷയത്തിൽ വൈകാരികമായ പ്രശ്നം നിലവിൽ ജനങ്ങളുടെ ഇല്ലാത്തതിന്റെ കാരണം മാഷ് സൂചിപ്പിച്ചു, അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചു. 2 വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾക്ക് ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുന്നവരുണ്ടാവും. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി 2 മാസം സംസാരിച്ചപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ബോധ്യപ്പെട്ടു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മലയോര മേഖലകളിൽ താമസിക്കുന്ന കർഷകരായാലും കൃഷിക്കാരായാലും മറ്റ് ആളുകളാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ല, ബോധമില്ല എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 131 വില്ലേജാണ് 2026
ജൂലൈ കഴിഞ്ഞ മാസം 27-നാണ് ഇപ്പോൾ ഈ കരട് വിജ്ഞാപനം പുറത്തു വന്നിട്ടുള്ളത്. ഗൗരവമേറിയ ചർച്ചകളും സമരങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ 60 ദിവസത്തിൽ 27-ാം തീയതി കഴിഞ്ഞ ബാക്കിയുള്ള ദിവസങ്ങളിൽ പിന്നീട് ഏകദേശം ഒരു 33-32 ദിവസമാണ് ഈ നിലവിലുണ്ടാകുക. ഇതിനിടയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്.